ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു നൈറ്റ് വ്ളോഗാണ് കേട്ടോ. സ്പെഷ്യലായിട്ട് ഒന്നുമില്ല ഈ വ്ളോഗിൽ. പക്ഷേ ഞാൻ ഇന്ന് ഓറിയോ കേക്ക് ഉണ്ടാക്കി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ ഒരു ഓറിയോ കേക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റായിരുന്നു. അതും എയർ ഫ്രയറിലാണ്. അതൊക്കെ പോട്ടെ, ഇതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ പിറകെ ഇടുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 10-11 മണിയാകുമ്പോൾ ഇപ്പോൾ കറണ്ട് പോവാം. ഞാനതങ്ങ് മറന്നിരിക്കുമായിരുന്നു. നൈറ്റ് ഫുഡും കഴിച്ചില്ല. സംഭവം ഈ കറണ്ട് പോകുമ്പോൾ എല്ലായിടും ഇരുട്ടല്ലേടാ. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേടിക്കുന്നൊരു കൊച്ച് വേറെ കാണില്ല പഞ്ചായത്ത്. എനിക്ക് ഭയങ്കര പേടി. അതിൻ്റെ മെയിൻ റീസൺ എൻ്റെ വീട്ടുകാരാണ്. എന്നെ പേടിപ്പിക്കാൻ കിട്ടുന്ന ഒരു ചാൻസും അവർ മിസ്സാക്കാറില്ല. ഈ ഒരു മുതൽ മെയിനായിട്ട് ഇവൾ ഇതുപോലെയൊക്കെ വന്ന് നിൽക്കും. ഞാൻ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് കിച്ചണിലോട്ട് കയറിയത്. ഒന്നെങ്കിൽ അനിയൻ, അല്ലെങ്കിൽ അനിയത്തി, അല്ലെങ്കിൽ ഉമ്മ ഇതുപോലെ ഏതെങ്കിലുമൊക്കെ 4 സൈഡ് വന്ന് നിൽക്കും, പേടിപ്പിക്കും. അതുകൊണ്ട് ഞാൻ പേടിച്ചില്ല കേട്ടോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാണ്ടാണ് കിച്ചണിൽ നിന്നിരുന്നെങ്കിൽ തീർന്നില്ലേ. ഏറ്റവും വലിയ പാട് ഈ കഴിക്കാൻ പോകുന്ന പാത്രവും അതുപോലെ കഴിച്ചു കഴിഞ്ഞ പാത്രവും ഉപയോഗിച്ച പാത്രമൊക്കെ ഇരുട്ടത്ത് കഴുകി വെക്കുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കഷ്ടകാലത്ത് ഈ ഒരു സമയം മാത്രം എന്താണെന്നറിയത്തില്ല, പാത്രം കഴുകുമ്പോൾ അങ്ങ് പെട്ടെന്ന് തീരൂല. അതേസമയം കറണ്ടുള്ള സമയത്താണ് നമ്മൾ ഷടപ്പടിയിൽ അങ്ങ് പാത്രം കഴുകി തീർക്കും അല്ലേ. അങ്ങനെ മേഗിയൊക്കെ റെഡിയായി ഞാൻ എടുത്തുകൊണ്ട് പോവാണ്. പിന്നെ ആകെ ഒരു ആശ്വാസം, കഴിക്കാൻ ഫുഡുണ്ട്. അതുകൊണ്ട് പേടി ഞാൻ കുറച്ച് നേരത്തേക്ക് അങ്ങ് മറന്നു വെച്ചു. പിന്നെ കാണുന്നൊരു മൂവിയും ഒരു പ്രേതത്തിൻ്റെ പടമാണ്. അതിൻ്റെ ആ ഒരു കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഏത് മൂവിയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു, കറണ്ട് വന്നു. ഞാൻ റൂമിലോട്ട് പോയി. ഞങ്ങൾ എല്ലാവരും ഇപ്പം പാട്ടൊക്കെ കേട്ട് കിടന്ന് ഉറങ്ങാൻ പോവാണ്. എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ ബൈ. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. ബൈ.